സിനിമയുടെ അണിയറയിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന ഈ കലാകാരൻ ഇന്ന് സിനിമയിൽ നിന്ന് അകന്നു ജീവിക്കുകയാണ്. പോസ്റ്റർ ഡിസൈനിംഗ് രംഗത്തേക്ക് കമ്പ്യൂട്ടറിന്റെ കടന്നുവരവോടെയാണ് കിത്തോ സിനിമയിൽ നിന്ന് അകലമിട്ടു തുടങ്ങുന്നത്. പക്ഷേ ഇദ്ദേഹത്തിലെ ചിത്രകാരൻ കലാരംഗത്ത് തന്നെ തുടരുക തന്നെയാണ് ഇപ്പോഴും. പുതിയൊരരങ്ങിൽ കൂടുതൽ മിഴിവോടെ തന്നെ ഈ കലാകാരൻ തലയുയർത്തി നിൽക്കുന്നു. പബ്ലിസിറ്റി രംഗത്തേക്ക് കമ്പ്യൂട്ടറിൻ്റെ ആധിപത്യം വന്നു. കമ്പ്യൂട്ടറിൻ്റെ ആധിപത്യം പരസ്യകലയിലേക്ക് വന്ന് കയറിയതോടുകൂടി ആർക്കും ഡിസൈൻ ചെയ്യാം, എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം എന്നുള്ള ഒരു നിലപാട് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ റെമ്യൂണറേഷൻ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ഇടിവ് പറ്റി. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് അതിനുള്ള വേതനം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അത് ഞങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ അതുപോലെ പരസ്യ കലാരംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ആളുകൾ രംഗത്തേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ നിലനിൽപ്പ് പരിങ്ങലായി. അത് എന്നാലും ഞങ്ങൾക്ക് വർക്കൊക്കെ കിട്ടുമായിരുന്നു, പക്ഷേ സാമ്പത്തികമായിട്ട് പരാജയത്തിലായി. പല ആളുകളും ജോലി ചെയ്ത പൈസ തരാത്ത ഒരു ചുറ്റുപാടായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഈ രീതി മുമ്പോട്ട് പോയാൽ ശരിയാവില്ല, മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും നോക്കണം എന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു വൈദികൻ, മാത്യു നായ്ക്കനാമ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു വൈദികൻ, പുള്ളി അദ്ദേഹം ഈ ധ്യാനങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പുസ്തകം ഇറക്കാൻ തീരുമാനിച്ച് ഈ സിനിമയുടെ ഒരു തളർച്ച നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വരവ്. അങ്ങനെ ഞാൻ പിന്നെ ബൈബിള് പഠിക്കാനും ബൈബിളിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും അത് വായിച്ച് അതിൻ്റെ ചിത്രീകരണത്തിന് കൂടുതൽ ഇടപഴകാൻ തുടങ്ങി. അങ്ങനെ എനിക്കതൊരു മറ്റൊരു മാർഗത്തിലേക്ക് തിരിയാനായിട്ട് ആ ഒരു സന്ദർഭം ഉപകാരപ്പെട്ടു. ഇപ്പോൾ ഞാൻ കൂടുതലും താല്പര്യം കാണിച്ച് ചെയ്യുന്നത് ഈ ബൈബിൾ സംബന്ധമായിട്ടുള്ള ഇല്ലസ്ട്രേഷനും പെയിൻറ്റിങ്സും അങ്ങനെയൊക്കെയുള്ള വർക്കുകളാണ്. ആ വർക്കുകളിലേക്ക് ഇപ്പോൾ ഒരുപാട് ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞ് ഒരു 8 അടി 10 അടി വീതമുള്ള 10 പെയിൻറ്റിങ്ങുകൾ ഈ സെയിൻറ്റ് ആൻ്റണി ചർച്ചിൽ, നൊവേന ചർച്ചിൽ പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കേരളത്തിലുള്ള പല ധ്യാന കേന്ദ്രങ്ങളിലുള്ള സ്റ്റേജ്, പിന്നെ അതുപോലെ തന്നെ പള്ളിയുടെ അൾത്താര ഡിസൈൻസ്, പിന്നെ പെയിൻറ്റിങ്, മ്യൂറൽസ്, ഈ സിമെൻറ്റിലുള്ള മ്യൂറൽസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വർക്കുകൾ അതിന് ശേഷം ഞാൻ ചെയ്യാൻ തുടങ്ങി. അത് വാസ്തവത്തിൽ എനിക്ക് കൂടുതൽ ജോലിക്ക് ഒരു താല്പര്യം തോന്നിയത് ഇങ്ങനെയുള്ള, അത് നമ്മുടെ ജന്മവാസന ഈ സിനിമ പോസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല, നമ്മളുടെ കഴിവുകളെല്ലാം അവിടെ പ്രകടിപ്പിക്കാൻ പറ്റും. സാമ്പത്തികമായിട്ടും എനിക്ക് മറ്റൊരു വർക്കുകളിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകാനായിട്ട് സാധിച്ചു. പിന്നെ മാനസികമായിട്ടും അത് വലിയൊരു സുഖം എനിക്ക് കിട്ടാൻ തുടങ്ങി. ഇത് കിത്തോ എന്ന വലിയ കലാകാരന്റെ ചെറിയ കുടുംബം. ഈ വീട്ടിൽ ഇദ്ദേഹം സംതൃപ്തനായ കുടുംബനാഥൻ, സന്തോഷവാനായ ഭർത്താവും പിതാവുമാണ് ഇവിടെ കിത്തോ. ഇനി എൻ്റെ കുടുംബത്തിനെ പരിചയപ്പെടുത്തുകയാണ്. ഇത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, പേര് ലില്ലി. ഇത് എൻ്റെ ഇളയ മോനാണ്, കമൽ കിത്തോ. മൂത്ത ആൾ ദുബായിൽ വർക്ക് ചെയ്യാണ്, പേര് അനിൽ കിത്തോ. അയാൾ വിവാഹിതനാണ്, ഭാര്യയുടെ പേര് സ്വീറ്റി. എൻ്റെ ഈ പ്രവർത്തന മേഖലയിലേക്ക് ഒരു പിൻഗാമിയായിട്ടാണ് ഇയാളിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് സ്വന്തമായിട്ട് തന്നെ ഓഫീസുണ്ട്. ആ ഓഫീസിൽ പ്രധാനമായിട്ട് ജോലി ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് ഈ മാഗസിൻസ്, സ്നേഹസേന, അതുപോലെ രശ്മി, അങ്ങനെയൊക്കെയുള്ള മാഗസിൻസിൻ്റെ ലേഔട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇയാളാണ്. സിനിമ വിട്ടു മാറി നിൽക്കുമ്പോഴും സിനിമയിലെ സൗഹൃദങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു ഈ കലാകാരൻ. ഒരിടവേളയ്ക്ക് ശേഷം ഈ അടുത്ത കാലത്ത് ഒരു സിനിമയുടെ പിന്നണിയിൽ വീണ്ടും കിത്തോയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കടന്നുവരവ്
പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങിയാണ്. ഞാൻ മിക്കവാറും പിന്നെ പല ആളുകളും സിനിമ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞിട്ടുണ്ട്. പല നേരത്തെ തന്നിരുന്ന ആളാണെങ്കിലും ഇടയ്ക്ക് വന്ന് വർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും ഞാൻ പിന്നെ അത് ഉത്സാഹം കാണിക്കാതെ നിരുത്സാഹപ്പെടുത്തി ഒക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ ഈയിടെ ഒരു പടം നിർബന്ധിച്ച് എന്നോട് തന്നെ ചെയ്യണം എന്നാവശ്യപ്പെട്ടൊരു പടം വന്ന്, അത് ഇദ്ദേഹത്തിൻ്റെ മോഹൻ, ചട്ടക്കാരി മോഹനില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു പടം, ഗ്രാമം എന്നാണ് പേര്. ആ പടം ഞാൻ വർക്ക് ചെയ്ത്, അത് അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ വലിയ ബഡ്ജറ്റുള്ള പബ്ലിസിറ്റി അല്ല, ഒരു സാധാരണഗതിയിലുള്ള ഒരു പബ്ലിസിറ്റിയാണ്. അത് ഞാൻ ഈയിടെ ചെയ്ത്.